സ്വിറ്റ്സർലൻഡിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രത്തോടുള്ള അവഹേളനം 1.5 വർഷത്തിന് ശേഷം കുറ്റക്കാരിക്ക് നീതിന്യായ കോടതിയുടെ വിധി. 2024 സെപ്റ്റംബറിലാണ് സ്വിസ് രാഷ്ട്രീയ പ്രവർത്തക സ്വെനിജ അമ്മേറ്റി കന്യകാമറിയത്തിന്റെ ചിത്രത്തിന് നേരെ വെടിയുതിർത്തത്. 2024 സെപ്റ്റംബറിലാണ് സ്വിറ്റ്സർലൻഡിൽ കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്വിറ്റ്സർലൻഡിലെ രാഷ്ട്രീയ പ്രവർത്തകയും അഭിഭാഷകയും കൂടിയായ സ്വെനിജ അമ്മേറ്റിയാണ് മഡോണ ആൻഡ് ചൈൽഡ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ ചിത്രത്തിലെ മുഖങ്ങൾ ലക്ഷ്യമാക്കി എയർ ഗൺ ഉപയോഗിച്ച് പലയാവർത്തി വെടിവെച്ചത്. കൂടാതെ വെടിവെപ്പിൽ തകർന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ സ്വിച്ച് ഓഫ് എന്ന പേരിൽ ഇവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷ വിമർശനങ്ങളാണ് സ്വിറ്റ്സർലൻഡിലും ആഗോളതലത്തിലും നടന്നത്. കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അവർ പരസ്യമായി മാപ്പു പറയുകയും രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം പൊതുവായി മാപ്പു പറഞ്ഞെങ്കിലും കേസ് ഫയൽ സൂറിച്ച് കോടതിയിലുമെത്തി. കോടതിയിലെ വിചാരണവേളയിൽ ഒരു അഭിഭാഷക കൂടിയായ സ്വെനിജ അമ്മേറ്റി തന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ രംഗത്ത് വന്നിരുന്നു. തന്റെ പ്രവൃത്തി മനഃപൂർവ്വമായിരുന്നില്ലെന്നും ജോലിക്കിടയിലുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ് വെടിവയ്പ് നടത്തിയതെന്നും അവർ വാദിച്ചു. കുട്ടിക്കാലത്ത് യുദ്ധം ബാധിച്ച ബോസ്നിയയിൽ നിന്നുണ്ടായ ട്രോമയും തന്റെ തീരുമാനങ്ങളെ ബാധിച്ചതായി അവരുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല, ഒരു അഭിഭാഷക കൂടിയായതിനാൽ തന്റെ പ്രവൃത്തിയുടെ ആഘാതം അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും ജഡ്ജി നിരീക്ഷിച്ചു. ചിത്രത്തിലെ മുഖങ്ങളിലേക്ക് മാത്രം ഉന്നം വെച്ചത് ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അവജ്ഞയുടെ സൂചനയാണെന്നും കോടതി വിലയിരുത്തി. അതുകൊണ്ടുതന്നെ ഓരോ ദിവസവും 50 ഫ്രാങ്ക് വീതം 60 ദിവസത്തെ പിഴയാണ് കോടതി വിധിച്ചത്. എന്നാൽ ഇതൊരു നിശ്ചിത കാലയളവിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചില്ലെങ്കിൽ മാത്രം അടച്ചാൽ മതിയാകുമെന്ന കണ്ടീഷണൽ പിഴയാണ് ഈ 50 ഫ്രാങ്ക്. അതേസമയം 500 സ്വിസ് ഫ്രാങ്ക്, ഏകദേശം 48,000 രൂപ അടിയന്തര പിഴയായും കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 3100 ഫ്രാങ്ക് കോടതി ചെലവായും ഉടൻ നൽകണമെന്നാണ് അറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.